പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് ഭാസ്കരൻ സിപിഐഎമ്മിൽ 3 തവണ നഗരസഭാ കൗൺസിലറായിരുന്നു. 13ാം വാർഡായ പുത്തൂർ നോർത്തിൽ നിന്നാണ് മത്സരിച്ചിരുന്നത്. നഗരസഭയിൽ കോൺഗ്രസും ബിജെപിയും ചേർന്ന് നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിൽ മനം മടുത്താണ് പാർട്ടി വിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരസഭയിൽ ഇപ്പോഴും സിപിഎം ബിജെപി കോൺഗ്രസ് ബിജെപി സംയുക്ത ഭരണം തന്നെയാണ്. 2000 മുതൽ ഇന്ന് വരെ അത് നടക്കും, ഇനിയും നടക്കും. കാരണം ഇനി ഇവർ രണ്ടിലല്ലോ ഒരാൾ ഭരണത്തിൽ വന്നാലും അവരുണ്ടാവുമല്ലോ സെക്കൻഡ് പാർട്ടിയായിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിയായിട്ട് ഇപ്പോൾ തന്നെ പോലെ അവരുണ്ടാവുമല്ലോ. അത് ഇനി ഏകദേശം ഇനിയും ഒരു 10-20 ഈ ഒരു തലമുറ അവിടെ കുറച്ച് കൗൺസിലർമാരുണ്ട്. ആ തലമുറ ഇല്ലാതായാൽ അതിന് അവർക്ക് ഇനി സീറ്റ് കൊടുക്കാൻ പാടില്ല. കാരണം ഒരുപാട് ആൾക്കാർ എന്നെ കഴിഞ്ഞ വർഷം മാറ്റിയ പോലെ ഇനി അവിടെ ഒരുപാട് ആൾക്കാർ അവരെ മാറ്റില്ല. അതാണ് കോൺഗ്രസ് പാർട്ടി. ഈ സ്ഥിരം കൗൺസിലർമാരായവർ ഈ കുറച്ച് ആൾക്കാരുണ്ട്, അവർ ഒരു കാരണവശാലും മാറ്റില്ല. അവർക്ക് ഇഷ്ടമുള്ള വാർഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. KT സ്വാലിഹ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാലിഹ്, പതിറ്റാണ്ടുകൾ കോൺഗ്രസിനൊപ്പം നിന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കളാണ് ഒന്നിനു പിന്നാലെ ഒന്നായി ഇപ്പോൾ സിപിഐഎമ്മിലേക്ക് ചേരുന്നത്. അവർക്ക് ഓരോരുത്തർക്കും പറയാനുള്ള കാര്യം ഒന്നു തന്നെയാണ്: സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, BJPയുമായുള്ള ധാരണ മാത്രമാണ് കോൺഗ്രസ് വെച്ചു പുലർത്തുന്നത്, ആ നിലയിൽ ഒരു ഭരണം മാത്രമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മനമെടുത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പാർട്ടി വിട്ടിരിക്കുന്ന ജില്ലാ നേതാവ് കൂടിയായി മാറുകയാണ് ഭാസ്കരൻ. കാവ്യ, പാലക്കാട്ടെ കോൺഗ്രസിൽ തർക്കങ്ങളും രാജിയുമൊക്കെ തുടരുകയാണ്. 1.5 പതിറ്റാണ്ട് കാലം നഗരസഭയിൽ കൗൺസിലറായിരുന്നു ഇന്ന് പാർട്ടി വിട്ട് സിപിഐഎമ്മിൽ ചേർന്ന ഭാസ്കരൻ. പുത്തൂർ നോർത്തിൽ നിന്ന് 13ാം വാർഡായ പുത്തൂർ നോർത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചിരുന്നത്. ഒരു തവണ അദ്ദേഹം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു. കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും സംയുക്തമായ ഒരു മുന്നണിയാണ് നഗരസഭയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകൾ 2020 ശേഷം തുടർച്ചയായി കോൺഗ്രസിന്റെ കൗൺസിലർ സ്ഥാനത്ത് തുടരുന്നുണ്ട്. BJPയുടെ നഗരസഭാ ഭരണത്തിനെതിരെ ഒരു സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത സാഹചര്യം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതിലെല്ലാം മനം മടുത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം എന്ന് അദ്ദേഹം പറയുന്നു. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഇതിനായി ഒത്താശ ചെയ്തു കൊടുക്കുന്നു. കോൺഗ്രസുമായി നഗരസഭയിലെ BJPയുമായി ചില ബന്ധങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. പാലക്കാട്ട് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും അത് ഈ തെരഞ്ഞെടുപ്പിൽ കാണുമെന്നും ഭാസ്കരൻ പ്രതികരിച്ചു. KT സ്വാലിഹാണ് ഇപ്പോൾ പാലക്കാട് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്.